ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് മയോർക്കയെ അവർ തോൽപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, ആർദ ഗുളർ എന്നിവർ നേടിയ ഗോളുകളാണ് ഈ മത്സരത്തിൽ റയലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മത്സരത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വിവാദ സംഭവങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് റയലിന്റെ ചില ഗോളുകൾ റഫറി നിഷേധിച്ചിരുന്നു. മത്സരത്തിന്റെ 7-ാമത്തെ മിനിറ്റിൽ എംബപ്പെ ഒരു ഗോൾ നേടിയിരുന്നു. അത് ഓഫ് സൈഡ് മുഖാന്തരം നിഷേധിക്കപ്പെട്ടു. പിന്നീട് 46-ാമത്തെ മിനിറ്റിൽ എംബപ്പെ മറ്റൊരു ഗോൾ നേടി. അതും ഓഫ് സൈഡ് മുഖാന്തരം നിഷേധിക്കപ്പെടുകയായിരുന്നു. പിന്നീട് 55-ാമത്തെ മിനിറ്റിൽ ആർദ ഗുളർ മറ്റൊരു ഗോൾ നേടിയിരുന്നു. അതും വാർ മുഖാന്തരം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിലൊക്കെ വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ RTV പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് വാർ വന്നതിന് ശേഷം ലാലിഗയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നിഷേധിക്കപ്പെട്ട ക്ലബ്ബ് അത് തങ്ങളുടെ ക്ലബ്ബാണ് എന്നാണ് RTV ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കണക്ക് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 1-ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് വരുന്നു. 37 ഗോളുകളാണ് വാർ മുഖാന്തരം അവർക്ക് നഷ്ടമായിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് VRL 20 ഗോളുകൾ, 3-ാം സ്ഥാനത്ത് സെവിയ്യ 19 ഗോളുകൾ, അത്ലറ്റിക്കോ മാഡ്രിഡ് 4-ാം സ്ഥാനത്ത് വരുന്നു 18 ഗോളുകൾ, സെൽറ്റ വിഗോ 17 ഗോളുകൾ, റയൽ സോസിഡാഡ് 16 ഗോളുകൾ, FC ബാഴ്സലോണ, എസ്പനോൾ, വലൻസിയ 14 ഗോളുകൾ വീതം. ഇങ്ങനെയാണ് RTV പുറത്തുവിട്ട കണക്കുകളിൽ ഉള്ളത്. അതായത് വാർ കാരണം 37 ഗോളുകളാണ് ലാലിഗയിൽ റയലിന് നഷ്ടമായിട്ടുള്ളത്. വാർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തങ്ങളെയാണ്, റഫറിമാരുടെ തീരുമാനങ്ങൾ തങ്ങൾക്കെതിരാണ് എപ്പോഴും എന്നൊക്കെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്നലത്തെ ഗോളുകൾ നിഷേധിക്കപ്പെട്ടതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ റയലിന്റെ ആരാധകരും അതുപോലെ തന്നെ ഒഫീഷ്യൽസും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.